ഹലോ കൂട്ടുകാരെ, ഇന്ന് ഒരു ലഞ്ച് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഉച്ചയൂണിന് എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നൊന്ന് നോക്കിയാലോ. ഇന്ന് നമുക്ക് കിട്ടിയത് ഫിഷിൻ്റെ തലയാണ്. കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പം തന്നെ വെട്ടി വൃത്തിയാക്കിയാണ് കൊണ്ടുവന്നത്. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകിയെടുത്താൽ മതിയായിരുന്നു. ഏത് മീനിൻ്റെ തലയാണെന്നറിയില്ല. ഞാൻ പോയി ഒരു കറിവേപ്പിൻ്റെ തണ്ടോട് ഒടിച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻകറിക്ക് വേണ്ടി വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 2 ചെറിയ സവാളയും പൊളിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടി മിക്സിയിലൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളക്, ഒരു തക്കാളി, 2 തണ്ട് കറിവേപ്പില അതിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. മീൻ തലയുടെ കറി വയ്ക്കുന്നത് മൺചട്ടിയിൽ തന്നെയാണ്. ചട്ടി അടുപ്പിലിട്ടിട്ട് ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ഉലുവയിട്ട് പൊട്ടിച്ചു. ഉലുവ പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തന്നെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളിയും സവാളയും കൂടെ ചേർത്ത് കൊടുത്തു. 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില ഇട്ടു. ഇത് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ മീൻകറി വയ്ക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പായിരിക്കും, സവാള ഇതൊക്കെ ചതച്ചെടുക്കുമ്പോഴത്തേക്ക്. പിന്നെ നമ്മളതിലേക്ക് ആവശ്യത്തിന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ആവശ്യത്തിന് പൊടികൾ ഇട്ട് കൊടുത്തു. മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. ഇനി പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്കതിലേക്ക് വടക്കംപുളി ചേർത്ത് കൊടുക്കാം. വടക്കംപുളി ഇഷ്ടമില്ലാത്തവർ പിഴുപുളി ചേർത്താൽ മതി. പിന്നെ കറിക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മുളക് പൊടി എടുത്ത് വെച്ചിരുന്ന പാത്രത്തിലേക്ക് തന്നെ ഞാൻ ഇത്തിരി വെള്ളമോട് ഒഴിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ എന്തോരം മീനുണ്ടോ അതിനനുസരിച്ച് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. മീനല്ല, മീനിൻ്റെ തലയാണുള്ളത്. അപ്പോൾ ദാണ്ട കറിയൊക്കെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ദാണ്ട ഓരോ കഷ്ണമായിട്ട് പെറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളത്തോടെ തട്ടി കൊടുക്കരുത്. വെള്ളം കളഞ്ഞ് വേണം മീൻ ഇട്ട് കൊടുക്കാൻ. ദാണ്ട ആവശ്യത്തിന് മീൻ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് പെറുക്കി. നല്ല വലിയ കഷ്ണങ്ങളായിരുന്നു തലയുടെ. നല്ല മാംസമുള്ളതായിരുന്നു. നല്ല സോഫ്റ്റ് മാംസമായിരുന്നു. എന്ത് മീനിൻ്റെ ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ദാണ്ട മീനെല്ലാം പെറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറി ഒന്ന് നന്നായി വെട്ടി തിളയ്ക്കട്ടെ. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ തന്നെ കറിവേപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ കൂടി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് ചെറുതിയിലേക്ക് മാറ്റാം. ഇനി കുറച്ച് നേരം അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഉപ്പോ പുളിയോ ഒക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഈ സമയം നോക്കാവുന്നതാണ്. കറിയുടെയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി കുറുകി വന്നിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ ഞാൻ നോക്കി എല്ലാം പരുവത്തിനുണ്ട്. ഞാൻ കണ്ട ഒരു ഭംഗിക്ക് വേണ്ടി ഒരു കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിരിയമുളകിൻ്റെ കറിയാണ്, അതുകൊണ്ട് വലിയ എരിവൊന്നുമില്ല. പച്ചമുളക് ചേർത്തത് അതുകൊണ്ടാണ്. കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ തലക്കറി റെഡി. ഇങ്ങനെ തല കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കുറുകിയ ചാറോട് കൂടിയ തലക്കറിയാണ് കേട്ടോ. അപ്പോൾ ദാണ്ട് ഇനി നമ്മൾ ചീരത്തോരനാണ് വെക്കുന്നത്. പച്ച ചീരയാണ് നമുക്ക് കിട്ടിയത്. രാവിലെ ഇതിലേക്കൂടെ ഒരു സ്കൂട്ടറിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ ഒരു കെട്ട് മേടിച്ച് അത് ദാണ്ട് അരിഞ്ഞ് വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുഴു ഇലയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഞാൻ അരിഞ്ഞിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ചെറുതായിട്ട് അരിയാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ ദാണ്ട് ഇങ്ങനെയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ചിലരൊക്കെ ചീര അരിയുന്നതാണ്ട് വളരെ നൈസായിട്ട് അരിയുന്ന കാണാം. എനിക്ക് പക്ഷേ അത്രയ്ക്ക് നൈസായിട്ടൊന്നും അരിയാൻ അറിയില്ല. എനിക്കറിയാവുന്ന രീതിയിൽ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അതൊന്ന് തോരൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ചട്ടി അടുപ്പിലോട്ട് വെച്ച് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പം കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞ് ഇത്തിരി കറിവേപ്പില ഇട്ട്, വറ്റൽമുളക് ഉണ്ടെങ്കിൽ ചേർക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞതുകൊണ്ട് ചേർത്തില്ല. അരിഞ്ഞ് വെച്ച ചീരയും കൂടി ഇട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്കതിന് വേണ്ട അരപ്പും തയ്യാറാക്കിയെടുക്കാം. തേങ്ങ, ഒരു അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്താണ്. ജീരകം ചേർത്തിട്ടില്ല. ഇലയ്ക്ക് സാധാരണ നമ്മളങ്ങനെ ഇവിടെ ജീരകം ചേർക്കാറില്ല, അതുകൊണ്ട് വെളുത്തുള്ളിയാണ് ചേർത്തത്. അരപ്പൂടെ ചേർത്ത് ദാണ്ട് ചീരയിലേക്കിട്ട് തോർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയായ പച്ചല ചീരയുടെ തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. ചുമന്ന ചീരയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, എന്നാലും പച്ച ചീരയും എനിക്കിഷ്ടമാണ്. പിന്നെ നമ്മളിന്ന് കപ്പ വേവിച്ചതാണ് എടുക്കുന്നത്. മീനിൻ്റെ തലക്കറി ഉണ്ടല്ലോ, അതുകൊണ്ട് ഇത്തിരി കപ്പ വേവിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെ കപ്പ കാണിച്ച് നിങ്ങൾ തന്നെ മടുത്ത് കാണും. അതുകൊണ്ടാണ് കപ്പ വേവിക്കുന്നതോ എടുക്കുന്നതോ ഒന്നും ഞാൻ കാണിക്കാഞ്ഞത്. മഞ്ഞൾ ഉപ്പിട്ട് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാനിന്ന് ഇത്തിരി കടുക് വറുത്ത് ചേർക്കുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. ചെറിയ ഉള്ളിയും വറ്റൽമുളക്, ഇപ്പോൾ വറ്റൽമുളക് പൊടിക്കാൻ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോഴാണ് വറ്റൽമുളക് കിട്ടിയത്. മുളക് മേടിച്ചുകൊണ്ട് വന്നതാണ് പൊടിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതിൽ പിരിയമുളകിൻ്റെ ഒരു മുളക് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി, മുളകും കറിവേപ്പിലയും എല്ലാം കൂടെ കടുകും വെളിച്ചെണ്ണ ഒഴിച്ച് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച് വേവിച്ച കപ്പയും കൂടെ ചേർത്ത് ഇളക്കി എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ തേങ്ങയും ഇച്ചിരി ജീരകവും 2 പച്ചമുളകും ഒരല്ലി വെളുത്തുള്ളിയും കൂടെ അരച്ചിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയായ കപ്പ വേവിച്ചതും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സലാഡ് എടുത്തിട്ടുണ്ട്. അതിനു വേണ്ടി സവാളയും
തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞത് ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ച് ഉപ്പുമിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും എടുക്കുന്നതിന് പ്രത്യേകിച്ച് ആരെയും കാണിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇത് കാണിക്കാഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ഉച്ചയൂണിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 പപ്പടവും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതെങ്ങനെ പാത്രത്തിലിട്ടൊന്ന് വിളമ്പിയാലോ. പാത്രത്തിലേക്ക് ആവശ്യത്തിന് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചോറിട്ട് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഒരുപാട് ചോറ് ഇട്ടിട്ടുണ്ടെന്ന്. ഇല്ല, കുറച്ച് ചോറേ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്കതിലേക്ക് നമ്മുടെ തോരൻ വെച്ച് കൊടുക്കാം. ചീരത്തോരനാണ് വെച്ച് കൊടുക്കുന്നത്. എനിക്ക് കൂടുതലിഷ്ടം ചുമന്നിലയുടെ ചീരയാണ്, ചുമന്ന ചീരയാണ് എനിക്കിഷ്ടം. എന്നാലും പച്ച ചീര ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് വാങ്ങിയത്. അത് ആവശ്യത്തിന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കപ്പ കുഴച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞു കപ്പ കുഴയ്ക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, കണ്ട് നിങ്ങൾ തന്നെ മടുത്ത് കാണും. ഇന്ന് ആദ്യമായിട്ടാണ്, അങ്ങനെ നമ്മളിവിടെ തേങ്ങ ചേർക്കാറില്ല കപ്പയ്ക്ക്. മഞ്ഞളും ഉപ്പും ഇത്തിരി കറിവേപ്പില ഇട്ട് എടുക്കാറേ ഉള്ളൂ. ഇന്ന് പക്ഷേ ഇത്തിരി തേങ്ങയും ജീരകമൊക്കെ അരച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ തലക്കറിയും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റായിരുന്നു തലക്കറിക്ക്, കാരണം നല്ല സോഫ്റ്റ് മാംസമായിരുന്നു. ഇനി നമ്മൾ സലാഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്നുണ്ടാക്കിയത് പ്രത്യേകിച്ച് ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ, സലാഡൊക്കെ എടുക്കുന്നതിന് പ്രത്യേകിച്ച് അതിന് വേണ്ടി ജോലിയൊന്നുമില്ല. ഇച്ചിരി തക്കാളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് ഇച്ചിരി തൈര് ഇട്ടെടുത്താൽ നമ്മുടെ സലാഡായിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 പപ്പടവും കൂടെ വറുത്തതുകൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയൂണിൻ്റെ കറികളെല്ലാം സെറ്റാണ്. ചീരത്തോരൻ, കപ്പ വേവിച്ചത്, ഫിഷിൻ്റെ തല കറി വെച്ചത്, പിന്നെ സലാഡ്, പപ്പടം. അപ്പോൾ എല്ലാവരും ഉച്ചയൂണുണ്ണാൻ വന്നോളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ.